നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലാ സ്കൂൾ കലോത്സവം സമാപനത്തിലേക്ക്. 753 പോയിന്റുമായി കാസർഗോഡ് ഉപജില്ല മുന്നിൽ. 722 പോയിന്റുമായി തൊട്ടുപിന്നിൽ ഹൊസ്ദുർഗും 677 പോയിന്റുമായി ചെറുവത്തൂരും 2ഉം 3ഉം സ്ഥാനത്ത്. ജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ മാർഗം കളി മത്സരത്തിലെ വിധികർത്താക്കൾക്കെതിരെ ഗുരുതര ആരോപണം. വസ്ത്രത്തിൽ വീഴ്ച വരുത്തിയ ടീമിന് 1ാം സ്ഥാനം നൽകിയെന്നാരോപിച്ച് രക്ഷിതാക്കളും മറ്റ് ടീം അംഗങ്ങളും വിധികർത്താക്കൾക്കെതിരെ രംഗത്ത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് കാസർഗോഡ് മേഖലാ സമ്മേളനം ജനുവരി 27 നടക്കും. ഇതിനു മുന്നോടിയായി സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. കാസർഗോഡ് 12കാരിയെ മദ്രസയിൽ വെച്ച് പീഡിപ്പിച്ച മദ്രസ അധ്യാപകന് 14 വർഷം കഠിന തടവ് ശിക്ഷ. കിദൂർ സ്വദേശി അബ്ദുൽ ഹമീദിനെ ഹൊസ്ദുർഗ് പോക്സോ കോടതിയാണ് ശിക്ഷിച്ചത്. കാസർഗോഡ് വൻ MDMA വേട്ട. സ്ത്രീയുൾപ്പെടെ 5 പേർ ആദൂർ പോലീസിന്റെ പിടിയിലായി. ഇംഗ്ലീഷ് ഭാഷാ പരിശീലനവുമായി കമ്മ്യൂണിക്കോർ. 10 ജില്ലയിലാണ് പ്രത്യേക സിലബസ് അനുസരിച്ച് പദ്ധതി നടപ്പിലാക്കുന്നത്. ലോകോത്തര ഫുട്ബോൾ താരം തൃക്കരിപ്പൂരുകാരി റിൻഷ മറിയവുമായി ഡ്രീംസ് ഗേൾസ് ഫുട്ബോൾ അക്കാദമിയിലെ കുരുന്നുകൾ സംവദിച്ചു. പോർച്ചുഗൽ ടീമുമായി കരാർ ഒപ്പുവെച്ച റിൻഷ മറിയം തൃക്കരിപ്പൂർ നീലമ്പം സ്വദേശിനിയാണ്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ 753 പോയിന്റുമായി കാസർഗോഡ് ഉപജില്ല മുന്നിൽ. 722 പോയിന്റുമായി തൊട്ടുപിന്നിൽ ഹൊസ്ദുർഗും 677 പോയിന്റുമായി ചെറുവത്തൂരും 2ഉം 3ഉം സ്ഥാനത്തുണ്ട്. കാസർഗോഡ് ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീഴുവാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കാസർഗോഡ് ഉപജില്ലയ്ക്ക് കിരീട പ്രതീക്ഷ. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 733 പോയിന്റ് നേടി കാസർഗോഡ് മുന്നിലെത്തിയപ്പോൾ 706 പോയിന്റുമായി ഹൊസ്ദുർഗ് പിന്നാലെയുണ്ട്. 661 പോയിന്റ് നേടിയ ചെറുവത്തൂരാണ് 3ാമത്. സ്കൂൾ തലത്തിൽ 171 പോയിന്റ് നേടി കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളാണ് മുന്നിൽ. 144 പോയിന്റ് നേടി ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ 2ാം സ്ഥാനത്തും 125 പോയിന്റുമായി പാക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 3ാം സ്ഥാനത്തുമാണ്. കലോത്സവ നഗരിയിൽ ഹയർ സെക്കൻഡറി വിഭാഗം മത്സരങ്ങളിൽ പങ്കാളിത്തക്കുറവ് അനുഭവപ്പെട്ടത് ചെറിയ രീതിയിലുള്ള മങ്ങലേൽപ്പിച്ചു. സാധാരണ രജിസ്റ്റർ ചെയ്ത മുഴുവൻ വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന മത്സരങ്ങളിൽ പതിവിന് വിപരീതമായി ഇത്തവണ പല വിദ്യാർത്ഥികളും പങ്കെടുത്തില്ല. കലോത്സവത്തിലെ ഗ്ലാമർ ഇനങ്ങളായ ഒപ്പന, തിരുവാതിര, മൂകാഭിനയം, ദഫ്മുട്ട്, പെൺകുട്ടികളുടെ കുച്ചിപ്പുടി, വട്ടപ്പാട്ട്, അക്ഷരശ്ലോകം, മംഗലം കളി, മലപ്പുലയാട്ടം എന്നീ മത്സരങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തവരിൽ പല വിദ്യാർത്ഥികളും എത്തിയില്ല. ഹയർ സെക്കൻഡറി വിഭാഗം പൂരക്കളിക്ക് 5 ടീമുകൾ രജിസ്റ്റർ ചെയ്തുവെങ്കിലും മത്സരിച്ചത് 3 ടീമുകൾ മാത്രമാണ്. ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾ നാഷണൽ സർവീസ് സ്കീം ക്യാമ്പിനുൾപ്പെടെ പോയതാണ് ഇത്തരത്തിൽ കലാമത്സരങ്ങളിൽ പങ്കാളിത്തക്കുറവുണ്ടാകുവാൻ കാരണമായത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മൊഗ്രാലിൽ നടക്കുന്ന കാസർഗോഡ് ജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ മാർഗം കളി മത്സരത്തിലെ വിധികർത്താക്കൾക്കെതിരെ ഗുരുതര ആരോപണം. പ്രധാന ഘടകമായ വസ്ത്രത്തിൽ വീഴ്ച വരുത്തിയ ടീമിനാണ് 1ാം സ്ഥാനം നൽകിയതെന്നാരോപിച്ച് രക്ഷിതാക്കളും മറ്റ് ടീം അംഗങ്ങളും വിധികർത്താക്കൾക്കെതിരെ രംഗത്തെത്തി. ജഡ്ജസുമാരുടെ യോഗ്യത വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് DD ഓഫീസിന് മുന്നിൽ വിദ്യാർത്ഥികൾ പരാതിയുമായി എത്തുകയും ചെയ്തു. മൊഗ്രാലിൽ നടക്കുന്ന കാസർഗോഡ് ജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ മാർഗം കളി മത്സരത്തിലെ വിധികർത്താക്കൾക്കെതിരെ ഗുരുതര ആരോപണവുമായി രക്ഷിതാക്കൾ. മത്സരത്തിൽ പ്രധാന ഘടകമായ വസ്ത്രത്തിൽ വീഴ്ച വരുത്തിയ ടീമായ ചെസ് നമ്പർ 4നാണ് 1ാം സ്ഥാനം നൽകിയത്. ഇതിനെ തുടർന്നാണ് രക്ഷിതാക്കളും മറ്റ് ടീം അംഗങ്ങളും വിധികർത്താക്കൾക്ക് നേരെ സംശയം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയത്. മാർഗം കളിയെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത വിധികർത്താക്കളെയാണ് വിധി നിർണയത്തിനായി നിയോഗിച്ചിരിക്കുന്നതെന്ന് ഇവർ ആരോപിച്ചു. ഞങ്ങൾ കാസർഗോഡ് ജില്ലയിലെ HS വിഭാഗം മാർഗം കളിയിൽ മത്സരിച്ച കുട്ടികളാണ്. പല സ്കൂളുകളിലെ കുട്ടികളാണ് നമ്മൾ. നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ജഡ്ജ്മെന്റിൽ എതിർപ്പുണ്ട്. ജഡ്ജ്മെന്റ് ഞാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം നമുക്ക് അത്രക്ക് ഉറപ്പുണ്ട്. ഫസ്റ്റ് ഡേ ടീമിന് അത്രക്ക് അപാകതയുണ്ട്. വീഡിയോ റീച്ച് ചെയ്തത് നോക്കാം. അത്രയും നമുക്ക് അവരെ ഡ്രസ്സ് താഴെ വീണിട്ട് അവർക്ക് ഫസ്റ്റ് കുത്തി അതിന്റെ ഇടയിൽ അവർ വീഴാൻ പോയിട്ടുണ്ടായിരുന്നു. ഇത്രയും ഫോൾട്ട് ഉണ്ടായിട്ടും ബാക്കി അറിയാതെ
പൊതുജീവിതത്തിൽ സമർപ്പിക്കാനാണ് ഒരു തെളിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. DDA വിശ്വസിച്ച് നമ്മൾ ഇത് കൊടുക്കുവാണ്. ഇത് കറക്റ്റായിട്ടുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. ജഡ്ജസുമാരുടെ യോഗ്യത വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് DD ഓഫീസിന് മുന്നിൽ വിദ്യാർത്ഥികൾ പരാതിയുമായും എത്തി. ചില അധ്യാപകർക്ക് വേണ്ടിയാണ് കണ്ണടച്ച് വിധി നിർണയം നടത്തിയതെന്നും ഇവർ ആരോപിച്ചു. സംഭവത്തെ തുടർന്ന് മണിക്കൂറുകളോളമാണ് വേദിയിൽ വാക്തർക്കങ്ങൾ ഉണ്ടായത്. ന്യൂസ് ബ്യൂറോ, മൊഗ്രാൽ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് കാസർഗോഡ് മേഖലാ സമ്മേളനം 2026 ജനുവരി 27 നടക്കും. ഇതിനു മുന്നോടിയായി സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. കാസർഗോഡ് നഗരസഭ വൈസ് ചെയർമാൻ KM ഹനീഫ് സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് കാസർഗോഡ് മേഖലാ സമ്മേളനം 2026 ജനുവരി 27 കളനാട്ട് വെച്ച് നടക്കും. ഇതിനു മുന്നോടിയായി സംഘാടക സമിതി ഓഫീസ് കാസർഗോഡ് പ്രവർത്തനം ആരംഭിച്ചു. കാസർഗോഡ് നഗരസഭ വൈസ് ചെയർമാൻ KM ഹനീഫ് സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഒന്നോ രണ്ടോ വ്യക്തികൾ ആണെങ്കിലും അവർ ഒരു ആത്മാർത്ഥതമായി അതിലേക്ക് മുന്നോട്ട് ഇറങ്ങിയ അതിൽ വിജയമുണ്ടാകുമെന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ് നിങ്ങളുടെ ഈ സംഘടന. ഏതായാലും ഇന്ന് ഈ സംഘടന വളർന്ന് പതിച്ച് വലിയ നിലയെത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നിങ്ങളുടെ മേഖലാ സമ്മേളനം വരുന്ന ജനുവരി 27 കളനാട്ടിൽ വെച്ച് നടക്കുകയാണ്. അതിനുള്ള ഒരു സംഘടന സമ്മേളനത്തിൻ്റെ ഓഫീസ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. അതിന് എനിക്ക് അവസരം തന്ന നിങ്ങളോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഏതായാലും എനിക്ക് ഇവിടെ നിങ്ങളോട് ആശംസിക്കാനുള്ളത് നിങ്ങളുടെ മേഖലാ സമ്മേളനങ്ങളും അതേപോലെ നിങ്ങളുടെ സംഘടനയും നല്ല നിലയിൽ പുരോഗമിച്ച് നല്ല നാട്ടുകാർക്കും എല്ലാവർക്കും പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമായ ഒരു സംഘടനയായി ആണെന്നും അത് ഭാവിയിലും അങ്ങനെ തന്നെ ആവട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ ഈ ഓഫീസ്, അതായത് നമ്മുടെ ഈ സ്വാഗത സംഘം ഓഫീസ് ഔപചാരികമായി ഉദ്ഘാടനിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. തുടർന്ന് കാസർഗോഡ് സെഞ്ച്വറി പാർക്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് മേഖലാ പ്രസിഡന്റ് ദിവാകര അധ്യക്ഷത വഹിച്ചു. 30 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജില്ലയിൽ വീഴിച്ച് നിന്നിരുന്ന കേബിൾ TV ഓപ്പറേറ്റർമാരെ ആദ്യം ജില്ലാ അടിസ്ഥാനത്തിൽ ഒരു തുടങ്ങിയിൽ കൊണ്ടുവരികയും അതിനുശേഷം ജില്ലയിൽ വീഴിച്ചിരുന്ന നെറ്റ്വർക്ക് സംസ്ഥാന അടിസ്ഥാനത്തിൽ ഒരു നെറ്റ്വർക്ക് രൂപീകരിക്കുകയും കേരളാവിഷൻ നാമരൂപത്തിൽ രൂപീകരിക്കുകയുണ്ടായി. ഇന്ന് ഇന്ത്യയിൽ ഡിജിറ്റൽ ഇന്റർനെറ്റ് രംഗത്ത് 5ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രം പ്രവർത്തിച്ചുകൊണ്ട് ഇന്ത്യയിൽ മറ്റു വൻകിട കമ്പനികളെ പിന്നിലാക്കിക്കൊണ്ട് 5ാം സ്ഥാനത്ത് നമ്മൾ എത്തി നിൽക്കുകയാണ്. കേരളാവിഷന്റെ ഈ വളർച്ചയ്ക്ക് ഇതിന് പിന്നിൽ നമ്മുടെ എല്ലാ ഓപ്പറേറ്റർമാരുടെ ഏകദേശം 5000-ഓളം വരുന്ന ഓപ്പറേറ്റർമാരുടെ അധ്വാന ഫലമാണ് ഈ നിലയിലെത്താൻ നമുക്ക് സാധിച്ചത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മനോജ് കുമാർ VV, ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവും കാസർഗോഡ് വിഷൻ ഡയറക്ടറുമായ സതീഷ് K പാക്കം എന്നിവർ സംസാരിച്ചു. KCBL ഡയറക്ടർ ഷുക്കൂർ കോളിക്കര സ്വാഗതവും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് നീലേശ്വരം മേഖലാ സമ്മേളനം 2026 ജനുവരി 17 നീലേശ്വരത്ത് നടക്കും. ഇതിനു മുന്നോടിയായി സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. നീലേശ്വരം നഗരസഭാ ചെയർമാൻ PP മുഹമ്മദ് റാഫി സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് നീലേശ്വരം മേഖലാ സമ്മേളനം 2026 ജനുവരി 17 നീലേശ്വരം ഗ്രാൻഡ് റെസിഡൻസിയിൽ നടക്കും. ഇതിന് മുന്നോടിയായി സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഓഫീസിന്റെ ഉദ്ഘാടനം നീലേശ്വരം നഗരസഭാ ചെയർമാൻ PP മുഹമ്മദ് റാഫി നിർവഹിച്ചു.
നിരവധിയായ പ്രതിസന്ധികളിലൂടെ കടന്നു വരികയും ഇപ്പോഴും പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക മേഖലയാണ്. പ്രത്യേകിച്ച് ഇൻ്റർനെറ്റിൻ്റെ വ്യാപനം വളരെ അധികമായിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ സമയത്തും ഓരോ മണിക്കൂറിനും കൂടി വരികയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ പരമ്പരാഗതമായ കേബിൾ TV സമ്പ്രദായത്തിന് വലിയ തരത്തിൽ മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ കൂടി ഇരിക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ ഇപ്പോൾ കണക്ഷൻ ഇല്ല, കുറഞ്ഞു വരികയാണ്. കാരണം സാങ്കേതിക വിദ്യയിലെ മാറ്റം ഏറ്റവും പെട്ടെന്ന് സ്വാംശീകരിക്കുന്ന ഒരു ജനങ്ങളാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പ്രയോജനകരമായ രീതിയിലേക്ക് മാറും. നമ്മുടെ ടെലിഫോണുകൾ അറിയാലോ, ഒരു കാലത്ത് നമ്മുടെ ഇപ്പോൾ നിങ്ങൾ കേബിൾ TV വീടുകളിലേക്ക് വരുന്നത് പോലെയായിരുന്നു നമ്മുടെ ടെലിഫോൺ കേബിളുകൾ വീട്ടിലേക്ക് കണക്ഷനുമായിട്ട് വന്നത്. ഇപ്പോൾ എവിടെയും നമുക്ക് കേബിൾ ടെലിഫോൺ അല്ലെങ്കിൽ ലാൻഡ് ഫോൺ എന്ന് പറയുന്നതില്ല. വളരെ അപൂർവം സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ. NMCN ഹാളിൽ നടന്ന ചടങ്ങിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നീലേശ്വരം മേഖലാ പ്രസിഡന്റ് ശ്രീധരൻ വെള്ളച്ചാൽ അധ്യക്ഷത വഹിച്ചു. KCCL ഡയറക്ടർ M ലോഹിതാക്ഷൻ, COA ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ, ജില്ലാ ട്രഷറർ P വിനോദ്, CCN ചെയർമാൻ K പ്രദീപ് കുമാർ, NMCN ചെയർമാൻ രാജീവൻ കരിങ്ങാട്ട് എന്നിവർ സംസാരിച്ചു. COA നീലേശ്വരം മേഖലാ സെക്രട്ടറി ബൈജുരാജ് CP സ്വാഗതവും മേഖലാ ട്രഷറർ CV സുകേഷ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. കാസർഗോഡ് 12-കാരിയെ മദ്രസയിൽ വെച്ച് പീഡിപ്പിച്ച മദ്രസ അധ്യാപകന് 14 വർഷം കഠിന തടവ് ശിക്ഷ. കിദൂർ സ്വദേശി അബ്ദുൽ ഹമീദിനെ ഹൊസ്ദുർഗ് പോക്സോ കോടതിയാണ് ശിക്ഷിച്ചത്. മദ്രസ ക്ലാസ് മുറിയിൽ വെച്ച് ക്ലാസ് എടുക്കുന്നതിനിടെ അധ്യാപകനായ പ്രതി പലതവണ ലൈംഗിക അതിക്രമം നടത്തി എന്നാണ് കേസ്. പോക്സോ കേസിൽ മദ്രസാധ്യാപകന് 14 വർഷം കഠിന തടവ്. കിദൂർ സ്വദേശി അബ്ദുൽ ഹമീദിനെയാണ് ഹൊസ്ദുർഗ് പോക്സോ കോടതി ശിക്ഷിച്ചത്. 12-കാരിയെ മദ്രസയിൽ വെച്ച് ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയെന്നതാണ് കേസ്. 2023 നവംബറിലാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. നവംബർ മാസം ആദ്യം മുതൽ പല ദിവസങ്ങളിൽ മദ്രസ ക്ലാസ് മുറിയിൽ വെച്ച് ക്ലാസ് എടുക്കുന്നതിനിടെ അധ്യാപകനായ പ്രതി ലൈംഗിക അതിക്രമം നടത്തി എന്നതാണ് കേസ്. കുമ്പള പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് അന്ന് സബ് ഇൻസ്പെക്ടറായിരുന്ന അനീഷ് VK ആണ്. പ്രോസിക്യൂഷന് വേണ്ടി ഹൊസ്ദുർഗ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗംഗാധരൻ A ഹാജരായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് വൻ MDMA വേട്ട. സ്ത്രീ ഉൾപ്പെടെ 5 പേർ ആദൂർ പോലീസിന്റെ പിടിയിലായി. പുതുവത്സരത്തോടനുബന്ധിച്ച് ജില്ലയിൽ നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ വൻ രാസലഹരി വേട്ട. MDMAയുമായി ഒരു സ്ത്രീ ഉൾപ്പെടെ 5 പേർ ആദൂർ പോലീസിന്റെ പിടിയിലായി. ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡി IPSന്റെ മേൽനോട്ടത്തിൽ ജില്ലയിൽ നടത്തിവരുന്ന പരിശോധനയിലാണ് 5 പേർ അടങ്ങുന്ന സംഘം പിടിയിലായത്. പട്ല സ്വദേശി അബ്ദുൽ റൌഫ്, ശിരുബാഗുലു സ്വദേശി അബൂബക്കർ സിദ്ദീഖ്, അടുക്കത്തുബയൽ സ്വദേശി അമീർ, മുഹമ്മദ് മുഹ്താസിം, അണങ്കൂർ സ്വദേശിനി ജാസ്മിൻ എന്നിവരാണ് പിടിയിലായത്. പുതുവത്സരാഘോഷത്തിനായി ആദൂർ കൊപ്പാലത്തുള്ള ഹെവൻ ഹോം സ്റ്റേയിൽ എത്തിയതായിരുന്നു സംഘം. സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ഹോം സ്റ്റേ, റിസോർട്ടുകൾ, ഹോട്ടലുകൾ എന്നിവ കേന്ദ്രീകരിച്ച് ജില്ലാ പോലീസ് നടത്തിവരുന്ന റെയ്ഡിലാണ് പ്രതികൾ ലഹരിയുമായി പിടിയിലായത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇംഗ്ലീഷ് ഭാഷാ പരിശീലനവുമായി കമ്മ്യൂണിക്കോർ കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഗോത്ര വിഭാഗത്തിലെ കുട്ടികളുടെ ഭാഷാ വൈദഗ്ധ്യം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി 10 ജില്ലയിലാണ് പ്രത്യേക സിലബസ് അനുസരിച്ച് പദ്ധതി നടപ്പിലാക്കുന്നത്. ഭാഷാ പഠനത്തിന്റെ അതിർവരമ്പുകൾ ഭേദിച്ച് കുടുംബശ്രീ കമ്മ്യൂണിക്കോർ ക്യാമ്പ് ജനകീയമാകുന്നു. കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഗോത്ര വിഭാഗത്തിലെ കുട്ടികളുടെ ഭാഷാ വൈദഗ്ധ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി 10 ജില്ലയിലാണ് പ്രത്യേക സിലബസ് അനുസരിച്ച് പദ്ധതി നടപ്പിലാക്കുന്നത്. കാസർഗോഡ് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കൊറഗ പ്രത്യേക പദ്ധതിയിലെ കുട്ടികൾക്ക് നടപ്പിലാക്കുന്ന പരിശീലന പരിപാടിക്ക് സംസ്ഥാന മിഷൻ ചുമതലപ്പെടുത്തിയ റിസോഴ്സ് പേഴ്സൺമാർ മേൽനോട്ടം വഹിച്ചു. ജില്ലയിലെ
7ാം ഘട്ട പരിശീലനം പൊലിയംതുരുത്ത് എക്കോ വില്ലേജിൽ സംഘടിപ്പിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ പുതുവർഷ സന്ദേശം നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോട് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലാ പ്രോഗ്രാം മാനേജർ എസ് മനു, യദുരാജ് എന്നിവർ സംസാരിച്ചു. വിയോല സ്വാഗതവും റോഷ്നി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോകോത്തര ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നാട്ടിൽ കാൽപന്ത് കളിക്കുന്ന തൃക്കരിപ്പൂരുകാരി റിൻഷ മറിയവുമായി ഡ്രീംസ് ഗേൾസ് ഫുട്ബോൾ അക്കാദമിയിലെ കുരുന്നുകൾ സംവദിച്ചു. പോർച്ചുഗൽ ടീമായ ഡി അൽ ബഗേറിയ ടീമുമായി സ്വപ്നതുല്യമായ കരാർ ഒപ്പുവെച്ച റിൻഷ മറിയം തൃക്കരിപ്പൂർ നീലമ്പം സ്വദേശിനിയാണ്. പതിനേഴുകാരിയായ റിൻഷ മറിയത്തിന് യൂറോപ്യൻ ഫുട്ബോൾ ലീഗിലേക്കും വഴി തുറന്നു കഴിഞ്ഞു. പന്ത് കളിയിൽ മികവുള്ള പെൺകുട്ടികളെ കണ്ടെത്തുവാൻ പോർച്ചുഗലിലെ പ്രോ ഫുട്ബോൾ അക്കാദമി ബംഗളൂരുവിൽ നടത്തിയ സെലക്ഷൻ ട്രയൽസിൽ പങ്കെടുത്തതോടെയാണ് റിൻഷയുടെ ജീവിതം മറിഞ്ഞത്. പിന്നീട് പോർച്ചുഗലിൽ 2 മാസത്തെ പരിശീലനവും ലഭിച്ചു. ഇരു വിങ്ങിലും ഒരേപോലെ മുന്നേറുവാൻ കഴിയുന്ന റിൻഷയുടെ പരിശീലന കാലയളവിലെ മിന്നുന്ന പ്രകടനം പോർച്ചുഗലിലെ ടീമിലേക്ക് വഴി തുറക്കുകയായിരുന്നു. ഇതോടെ പരിശീലനത്തിനൊപ്പം പഠനവും പോർച്ചുഗലിൽ തന്നെയായി. ഹയർ സെക്കൻഡറിയിൽ 2ാം വർഷ വിദ്യാർത്ഥിനിയാണിപ്പോൾ. മുൻപ് അണ്ടർ 17 ലോകകപ്പ് ഇന്ത്യൻ പരിശീലന ക്യാമ്പിലും പങ്കെടുത്തിരുന്നു. കരാട്ടെ അടക്കമുള്ള ആയോധന കായിക ഇനങ്ങളിലും മിടുക്കിയാണ്. ദേശീയ തലത്തിൽ സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട്. ബംഗളൂരുവിൽ ബിസിനസ്സുകാരനായ കണ്ണൂർ പിലാത്തറ സ്വദേശി MP റഷീദിന്റെയും തൃക്കരിപ്പൂർ നീലമ്പത്തെ മറിയമ്പിയുടെയും മകളാണ്. ഇവരുടെ 4 മക്കളും പന്ത് കളിക്കാരാണെന്ന അപൂർവതയുമുണ്ട്. മകൻ മുഹമ്മദ് റിഷാൻ സൗത്ത് യുണൈറ്റഡ് FC ബംഗളൂരുവിന്റെ താരമാണ്. 12 വയസ്സുള്ള മിൻഹ മറിയവും 9 വയസ്സുകാരനായ മുഹമ്മദ് റയാനും ബംഗളൂരു FCക്കായി കളിക്കുന്നു. പരിശീലന ക്യാമ്പിൽ അവിചാരിതമായി എത്തിയ അതിഥിയായ റിൻഷ മറിയവുമായി തൃക്കരിപ്പൂർ ഡ്രീംസ് ഗേൾസ് ഫുട്ബോൾ അക്കാദമിയിലെ കുരുന്നുകൾ സംവദിച്ചു. ഞാൻ BFCയിലെ തുടങ്ങി, ബാംഗ്ലൂർ ഫുട്ബോൾ ക്ലബ്. അവിടെ തുടങ്ങി. അവിടെ 2 സീസൺസ് കളിച്ചതിന് ശേഷം പഠിത്തം അവിടെ തന്നെയാണ്. പോർച്ചുഗീസ് സ്കൂളിൽ പോകുന്നുണ്ട്. 12th ഗ്രേഡിലായിപ്പം പഠിക്കണം. അത് സൈമിൾട്ടേനിയസ് ആയിട്ട് ചെയ്യുന്നത്. രാവിലെ എനിക്ക് ട്രെയിനിങ് ഉണ്ട് അക്കാഡമീൻ്റെ കൂടെ. അതിൻ്റെ ശേഷം ജിം ട്രെയിനിങ്, എന്നിട്ട് സ്കൂളിൽ പോയി വന്നതിന് ശേഷം ക്ലബിലെ ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ 3 ട്രെയിനിങ് ഉണ്ട് ഒരു ദിവസം. കഠിനമായ പരിശീലനത്തിന്റെ ഗൗരവം അവരുമായി റിൻഷ പങ്കുവച്ചു. അക്കാദമിയിലെ കളിക്കാർക്കൊപ്പം പന്ത് തട്ടുകയും ചെയ്തു. അക്കാദമിയുടെ നേതൃത്വത്തിൽ റിൻഷയെ അനുമോദിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം M മനു മുഖ്യാതിഥിയായിരുന്നു. ഡ്രീംസ് ചെയർമാൻ ഡോക്ടർ V രാജീവൻ അധ്യക്ഷത വഹിച്ചു. ഡ്രീംസ് അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം ഷാനി പ്രദീപ് റിൻഷക്ക് ഉപഹാരം നൽകി. ഡ്രീംസ് അക്കാദമി സെക്രട്ടറിയും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ M രാജേഷ്, ടൗൺ വാർഡംഗം ഫായിസ് ബീരിച്ചേരി, പരിശീലകരായ T പവിത്രൻ, K ഉമേഷ്, KV ഗോപാലൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിന് ഡ്രീംസ് അംഗങ്ങളായ A രജീഷ് മാസ്റ്റർ, K മുകേഷ് മാസ്റ്റർ, T ബാബു, N വിനോദ്, രാജേഷ് എടാട്ടുമ്മൽ, TV ഗോപാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്ര ജനുവരി 1 കാസർഗോട്ട് നിന്നും പ്രയാണം ആരംഭിക്കും. മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് കേരള യാത്രയുടെ പര്യടനം. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേരള യാത്ര 2026 ജനുവരി 1 കാസർഗോട്ട് നിന്നും തുടക്കം കുറിക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെന്റിനറിയുടെ ഭാഗമായി നടക്കുന്ന കേരള യാത്ര കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ് നയിക്കുന്നത്. സയ്യിദ് മരോട് അബ്ദുറഹിമാൻ സഖാഫി, ഇബ്രാഹിം ഖലീൽ പുകാരി എന്നിവർ ഉപനായകരാണ്. സമസ്തയുടെയും പോഷക സംഘടനകളുടെയും സമുന്നത സാരഥികൾ യാത്രയിൽ ഉണ്ടാകും. മനുഷ്യർക്കൊപ്പം എന്നതാണ് ഇത്തവണ കേരള യാത്ര ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്ര കാസർഗോഡ് ജില്ലയിൽ നിന്ന് ആരംഭിക്കുകയാണ്. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടുള്ള യാത്ര 1-ാം തീയതി ഉച്ചക്ക് 2 മണിക്ക് ഉള്ളാളത്ത് നിന്ന് അവിടെ ഉള്ളാൾ ദർഗാ സിയാറത്തോടു കൂടെയാണ് പതാക കൈമാറ്റം നടക്കുക. തുടർന്ന് ഉദ്ഘാടന സമ്മേളനമാണ് ചെർക്കളയിലെ
വിശാലമായ ഗ്രൗണ്ടിൽ ബഹുമാന്യരായ മർഹൂം നൂറുൽ ഉലമ MA ഉസ്താദിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രൗണ്ടിൽ വെച്ച് നടക്കുക. 16-ന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന യാത്ര കേരളത്തിലെ 17 കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകപ്പെടും. വളരെ കാലിക പ്രസക്തമായ ഒരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടുള്ള യാത്രയുടെ വിജയത്തിന് ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും മറ്റൊക്കെ ബഹുമാനപ്പെട്ട അലി അബ്ദുള്ള സാഹിബ് സംസാരിക്കും. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാന്യ പ്രസ് ക്ലബ് സെക്രട്ടറി പദവികൾ ക്ഷണിക്കുന്നു. ഇതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട അലി അബ്ദുള്ള സാഹിബ് നിർവഹിക്കും. ഉച്ചയ്ക്ക് 1:30 ഉള്ളാൾ ദർഗാ സിയാറത്തോടെയാണ് യാത്രയ്ക്ക് തുടക്കം കുറിക്കുക. സമസ്ത ഉപാധ്യക്ഷൻ സയ്യിദ് KS ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ ജാഥാ നായകൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് പതാക കൈമാറും. കർണാടക സ്പീക്കർ UT ഖാദർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. കർണാടക ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് മുസ്ലിയാർ മാണി അധ്യക്ഷത വഹിക്കും. ദർഗാ പ്രസിഡന്റ് ഹനീഫ് ഹാജി ഉള്ളാൾ യാത്രാ നായകരെ അനുമോദിക്കും. ഡോക്ടർ മുഹമ്മദ് ഫാസിൽ റസ്വി കാവൽക്കട്ട, KP ഹുസൈൻ സാദി KC റോഡ്, ഷാഫി സാദി ബാംഗ്ലൂർ, Y അബ്ദുല്ല കുഞ്ഞി ഹാദി ഏനപ്പോയ, കണച്ചൂർ മോണു ഹാജി, ഡോക്ടർ UT ഇഫ്തിഖാർ, ഇനായത്ത് അലി, SM റഷീദ് ഹാജി തുടങ്ങിയവർ സംബന്ധിക്കും. തുടർന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ കർണാടകയിലെ സംഘടനാ നേതാക്കളും പൗരപ്രമുഖരും ചേർന്ന് കാസർഗോട്ടേക്ക് ആനയിക്കും. സംസ്ഥാന അതിർത്തിയിൽ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വരവേൽപ്പ് നൽകും. സമസ്ത പ്രസിഡന്റ് റയീസുൽ ഉലമ E സുലൈമാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ഉപാധ്യക്ഷൻ സയ്യിദ് KS ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, കർണാടക സ്പീക്കർ UT ഖാദർ, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, MLA-മാരായ രാജഗോപാലൻ, NA നെല്ലിക്കുന്ന്, അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, E ചന്ദ്രശേഖരൻ, AKM അഷ്റഫ് എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. ചിന്മയ മിഷൻ കേരള ഘടകം അധ്യക്ഷൻ സ്വാമി വിവേകാനന്ദ സരസ്വതി, ഫാദർ മാത്യു ബേബി മാർത്തോമ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി, PK ഫൈസൽ, അസീസ് കടപ്പുറം, ഹക്കീം കുന്നിൽ, ഷാനവാസ് പാദൂർ, യൂനുസ് തളങ്കര എന്നിവർ സംബന്ധിക്കും. വൈകിട്ട് 4 മണിക്ക് 313 അംഗ സെന്റിനറി ഗാർഡിന്റെ മാർച്ചോടെയാണ് കേരളയാത്ര സാരഥികളെ നഗരിയിലേക്ക് ആനയിക്കുന്നത്. ആത്മവിമർശനത്തിൻ്റെ, വിശകലനത്തിൻ്റെ, ആവശ്യമെങ്കിൽ തെറ്റുതിരുത്തലുകളുടെ ഒരു വിചാരമാണ് ഇപ്പം നമ്മളിവിടെ നടത്തുന്നത്. ഈ പ്രമേയത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രമുഖരായ ആളുകൾ പല വേദികളിലായി സമൂഹത്തിലെ എല്ലാവരോടും സംവദിക്കും. നമ്മുടെ മനുഷ്യൻ ജൈവ മനുഷ്യൻ മാത്രമല്ല, അതിനപ്പുറത്തുള്ള ഒരു ധാർമ്മിക മനുഷ്യനുണ്ട്. ഇതിൽ പ്രായഭേദമന്യേ എല്ലാവരും ഉൾച്ചേരുന്നുണ്ട്. ഈശ്വരീയ വ്യത്യാസങ്ങളുടെ വേലിക്കെട്ടുകൾ ഈ പ്രമേയത്തിനകത്തില്ല. ജാതീയമോ വംശീയമോ ആയ വൈജാത്യങ്ങൾ വന്നു ഭവിച്ചിട്ടുണ്ട്. അതിനെയും നമ്മൾ പരിഗണിക്കുന്നില്ല. ലിംഗപരമായ വ്യത്യാസമുണ്ട്. ഈ വ്യത്യസ്തതകളൊന്നും മറ്റൊന്നിനെ അവമതിക്കാനോ അവഗണിക്കാനോ അവരുടെ അന്തസ്സിനെ ഇടിച്ചു താഴ്ത്താനോ വേണ്ടിയുള്ളതല്ല. കാരണം പ്രപഞ്ചം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഭൂമി എന്ന കൊച്ചു ആകാശഗോളത്തുരുത്തിലേക്ക് ഒതുങ്ങിയാൽ ഇവിടെ വൈരുദ്ധ്യങ്ങളെമ്പാടുണ്ട്, വ്യത്യാസങ്ങളുമുണ്ട്, വ്യതിരിക്തതകളും ഉണ്ട്. എന്താ ചെയ്യേണ്ടത്? ഇതിനെല്ലാം കൂടി ഏകീകരിക്കുക സാധ്യമല്ല. അതേ സ്ഥാനത്ത് ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. ആ ഏകോപനത്തിനുള്ള ആഹ്വാനമാണ് മനുഷ്യർക്കൊപ്പം എന്നുള്ള മുദ്രാവാക്യം. ഈ പ്രമേയത്തിലൂടെ നാം സംബോധന ചെയ്യാത്ത, നാം അഡ്രസ് ചെയ്യാത്ത ഒന്നും ആരും ഇല്ല. മനുഷ്യകേന്ദ്രീകൃതമായ ഈ വിചാരപ്പെടലിൻ്റെ ഉള്ളിൽ മനുഷ്യന് ആവാസ വ്യവസ്ഥയൊരുക്കുന്ന ഭൗതിക പ്രതിഭാസങ്ങൾ കൂടി ഉൾച്ചേരുന്നുണ്ട്.
കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി എൻ അലി, കേരള മുസ്ലിം ജമാഅത്ത് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഹസനുൽ അഹ്ദൽ തങ്ങൾ, കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് BS അബ്ദുല്ല കുഞ്ഞി ഫൈസി, കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, SSF കേരള പ്രസിഡന്റ് സയ്യിദ് മുനീറുൽ അഹ്ദൽ തങ്ങൾ, സ്വാഗത സംഘം ചെയർമാൻ അബ്ദുൽ ഹക്കീം ഹാജി കളനാട്, ജനറൽ കൺവീനർ കൊല്ലമ്പാടി അബ്ദുൽ ഖാദർ സഅദീസി, ജില്ലാ കൺവീനർ അബ്ദുൽ ഖാദർ സഖാഫി കാട്ടിപ്പാറ, SYS ജനറൽ സെക്രട്ടറി സിദ്ദിഖ് സഖാഫി ബായാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച സ്നേഹ സംഗമത്തിൽ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി പ്രദീപ് നാരായണൻ ആശംസ നേർന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലേഡി ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ KSBA മൂന്നാമത് കാസർഗോഡ് ജില്ലാ വാർഷിക സമ്മേളനം നടന്നു. കുമ്പള വ്യാപാരി ഭവനിൽ സംഘടിപ്പിച്ച സമ്മേളനം KSBA സംസ്ഥാന സെക്രട്ടറി നെറിൻ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. സർക്കാരിൻ്റെ യൂസർ ഫീയിൽ നിന്നും ബ്യൂട്ടി പാർലർ സ്ഥാപനങ്ങളെ ഒഴിവാക്കണമെന്നും പരിശീലനമോ ലൈസൻസോ ഇല്ലാത്ത ഫ്രീലാൻസ് വർക്ക് ചെയ്യുന്നവർക്ക് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ലേഡി ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ KSBA മൂന്നാമത് കാസർഗോഡ് ജില്ലാ വാർഷിക സമ്മേളനം കുമ്പള വ്യാപാരി ഭവനിൽ നടന്നു. KSBA സംസ്ഥാന സെക്രട്ടറി നെറിൻ ജോൺസൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സുനിത ഗുലാൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പൂർണിമ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. മാതൃസംഘടനാ സംസ്ഥാന സെക്രട്ടറി PK മധു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ശ്യാമ നായർ മുഖ്യപ്രഭാഷണം നടത്തി. യോഗിത റാണി നന്ദി പറഞ്ഞു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി പൂർണിമയെയും സെക്രട്ടറിയായി സുമിത്ര Dയെയും ട്രഷററായി ശില്പകുമാരിയെയും തിരഞ്ഞെടുത്തു. സർക്കാരിൻ്റെ യൂസർ ഫീയിൽ നിന്നും ബ്യൂട്ടി പാർലർ സ്ഥാപനങ്ങളെ ഒഴിവാക്കണമെന്നും പരിശീലനമോ ലൈസൻസോ ഇല്ലാത്ത ഫ്രീലാൻസ് വർക്ക് ചെയ്യുന്നവർക്ക് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്ത് ബൈക്ക് തടഞ്ഞു നിർത്തി ഒരാളെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ 2 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കർണാടകയിലെ തൗഡുകോളിയിൽ നിന്നും കാറിൽ സഞ്ചരിക്കവേ മാരകായുധങ്ങളുമായാണ് ഇവരെ പോലീസ് പിടികൂടിയത്. മഞ്ചേശ്വരത്ത് ബൈക്ക് തടഞ്ഞു നിർത്തി ഒരാളെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ 2 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കർണാടകയിലെ തൗഡുകോളി സ്വദേശി അബ്ദുൽ ഖാദർ തനീഫ്, കടമ്പാർ സ്വദേശി അബ്ദുൽ റസാഖ് എന്നിവരാണ് അറസ്റ്റിലായ പ്രതികൾ. കർണാടകയിലെ തൗഡുകോളിയിൽ നിന്നും കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഇവരെ ജില്ലാ പോലീസ് സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡാണ് അറസ്റ്റ് ചെയ്തത്. കാർ പരിശോധിച്ചപ്പോൾ മാരകായുധങ്ങൾ കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു. ഉപ്പള കൊടിബയൽ സ്വദേശി സക്കറിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് ഈ 2 പ്രതികളെയും അറസ്റ്റ് ചെയ്തത്. 2 ദിവസം മുൻപ് വർക്കാടി മേഖലയിൽ നിന്നും ഉപ്പള പ്രദേശത്തേക്ക് ബൈക്കിൽ പോകുമ്പോൾ പ്രതികൾ സക്കറിയയെ ഒരു കാറിൽ തടഞ്ഞു നിർത്തി പണം ആവശ്യപ്പെട്ടതായും എന്നാൽ സക്കറിയ പണം നൽകാത്തതിലുള്ള വിദ്വേഷം കാരണം പ്രതികൾ കുത്തിപ്പരിക്കേൽപ്പിച്ചതുമായാണ് പരാതി. അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അബ്ദുൽ-റഹ്മാൻ ഉത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. 2026 സ്വാഗതം ചെയ്ത് എരിയാൽ ജമാഅത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾ ഒരുക്കിയ 2026 മാതൃകയിലുള്ള ഡിസ്പ്ലേ ശ്രദ്ധേയമാകുന്നു. കാസർഗോഡ് എരിയാൽ ജമാഅത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ വിവിധങ്ങളായ പാഠ്യേതര പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. പുതുവർഷമായ 2026 സ്വാഗതം ചെയ്ത് എരിയാൽ ജമാഅത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾ ഒരുക്കിയത് 2026 മാതൃകയിലുള്ള ഡിസ്പ്ലേ. വേറിട്ട രീതിയിലുള്ള ഈ ആശയം സ്കൂൾ നടത്തിയ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലെ മറ്റൊരു മനോഹര കാഴ്ചയായി. ഇരുപത് വർഷമായി കാസർഗോഡ് എരിയാൽ ജമാഅത്തിന് കീഴിൽ സ്റ്റേറ്റ് സിലബസ് അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് എരിയാൽ ജമാഅത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. 300ഓളം കുട്ടികൾ LKG മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന ഈ സ്ഥാപനം വിവിധങ്ങളായ പാഠ്യേതര വിഷയങ്ങളിലൂടെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവയ്ക്കുന്നത്.
ഇപ്പോൾ അസീസ് കടപ്പുറം ചെയർമാനായും ഷാഫി സിദ്ധക്കട്ട കൺവീനറായും അബ്ദു ജോയിന്റ് കൺവീനറുമായുള്ള കമ്മിറ്റിയാണ് സ്കൂളിൻ്റെ മികവാർന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഇവർ സംബന്ധിച്ചു. ഹെഡ് മിസ്ട്രസ് ബെറ്റി അബ്രഹാം സംസാരിച്ചു. UKG മുതൽ ഏകദേശം 7ാം ക്ലാസ് വരെ 300ഓളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. മികച്ച പഠന പ്രവർത്തനങ്ങൾ ആണ് നമ്മളിവിടെ സ്കൂളിൽ നടത്തി വരുന്നത്. KG മുതൽ LKG മുതൽ 7ാം ക്ലാസ് വരെ സ്റ്റേറ്റ് സിലബസിൽ അംഗീകാരം കിട്ടിയൊരു സ്കൂളാണിത്. ഇവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായും മറ്റ് എല്ലാ ഉന്നതിയിലെത്തിക്കാൻ വേണ്ടി സജീവമായിട്ട് ഇവിടുത്തെ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയും അതുപോലെ തന്നെ അധ്യാപകരും അനധ്യാപകരും എല്ലാവരും വളരെ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് നമ്മൾ ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടി നമ്മൾ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പട്ള ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്നും റിട്ടയറായ ലക്ഷ്മണൻ എന്ന് പറയുന്ന ഫിസിക്കൽ എഡ്യൂക്കേഷൻ മാഷിൻ്റെ സഹായത്തോടെ നമ്മൾ 2026 വരവേൽക്കാൻ വേണ്ടിയുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇത്. അദ്ദേഹം കഴിഞ്ഞ 1 മാസത്തോളമായി കുട്ടികൾക്ക് ഇടയ്ക്ക് വന്ന് വിവിധ തരത്തിലുള്ള പരിശീലനങ്ങൾ നടത്തി വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായാണ് ഇന്ന് ഈ പരിപാടി ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റിയത്. മാനേജ്മെൻറ്റിൻ്റെ ഫുൾ സപ്പോർട്ടും നമുക്കുണ്ട്. സ്റ്റാഫ് സെക്രട്ടറി പത്മിനി സ്വാഗതവും SRG കൺവീനർ നാസിറ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കേളുകുഡെ അയ്യപ്പ നഗർ ശ്രീ അയ്യപ്പ ഭജന മന്ദിരത്തിൽ 42ാം വാർഷിക മഹോത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന്റെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ ശോഭയാത്ര ഭക്തിയുടെ നിറവിൽ നടന്നു. ഭക്തജനങ്ങളെ ചരിത്രത്തിന്റെ നാട്ടിലെയിൽ കാലം സമർപ്പണം ചെയ്ത സനാതന ഹൈന്ദവ ധർമ്മവിശ്വാസങ്ങൾക്കുള്ള സ്ഥിതി ചെയ്യുന്ന കേളുകുഡെ അയ്യപ്പ നഗർ ശ്രീ അയ്യപ്പ ഭജന മന്ദിരം വാർഷിക മഹോത്സവം അയ്യനയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹാശിസുകൾ ഏറ്റുവാങ്ങാൻ വാർഷിക മഹോത്സവത്തിൽ നിരഭക്തിയോടെ സകുടുംബം ഒത്തുചേരാൻ ഭക്തമനസ്സുകളേവരെയും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. നാളെ മുതൽ ജനുവരി 3 വരെ പരിപാവനമായ കേളുകുഡെ അയ്യപ്പ നഗർ ശ്രീ അയ്യപ്പ ഭജന മന്ദിര സന്നിധിയിലേക്ക്. ഭാരതീയ സംസ്കാരത്തിന്റെ നേർസാക്ഷ്യമെന്ന അഭിമാന പുരസ്സരം വിശേഷിപ്പിക്കപ്പെട്ടു വരുന്ന തനത് സനാതന ധർമ്മങ്ങളെയും മൂല്യങ്ങളും മാത്രം അധിഷ്ഠിതമായ ചിന്താധാരകളെയും അകത്തിലേക്ക് കാസർഗോഡ് കേളുകുഡെ അയ്യപ്പ നഗറിലെ ശ്രീ അയ്യപ്പ ഭജന മന്ദിരത്തിൽ 42ാം വാർഷിക മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. ഉത്സവത്തിന്റെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. അടുക്കത്ത് ബയൽ ശ്രീ സുബ്രഹ്മണ്യ ഭജന മന്ദിരത്തിൽ നിന്നുമാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ആരംഭിച്ചത്. അഭയനിരന്നു വരുന്ന എണ്ണിയാലൊടുങ്ങാത്ത ഭക്തമനസ്സുകളിൽ കാരുണ്യത്തിന്റെ ചിന്മുദ്ര ചാർത്തിയ ശക്തി സ്വരൂപൻ ഭഗവാൻ അയ്യനയ്യപ്പ സ്വാമി കുടികൊള്ളുന്ന പരിപാവനമായ കേളുകുഡെ അയ്യപ്പ നഗർ ശ്രീ അയ്യപ്പ ഭജന മന്ദിരം 42ാമത് വാർഷിക മഹോത്സവം നാളെ മുതൽ ജനുവരി 3 വരെ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ വിവിധങ്ങളായ ആധ്യാത്മിക കലാ സാംസ്കാരിക പരിപാടികളോടെയും ദാനസവിശേഷമായ അന്നദാനത്തോടെയും നടത്തപ്പെടുകയാണ്. മഹുചേരാൻ ഭക്തമനസ്സുകളേവരെയും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. നാളെ മുതൽ ജനുവരി 3 വരെ കേളുകുഡെ അയ്യപ്പ നഗർ ശ്രീ അയ്യപ്പ ഭജന മന്ദിര സന്നിധിയിലേക്ക്. ഭക്തജനങ്ങളെ, കേളുകുഡെ അയ്യപ്പ നഗർ ശ്രീ അയ്യപ്പ ഭജന മന്ദിരം 42ാമത് വാർഷിക മഹോത്സവ സുദിനമായ നാളെ രാവിലെ 7 മണിക്ക് വിഘ്നേശ്വര പ്രീതിക്കായി ഗണപതി ഹോമം, 9 മണിക്ക് മഹാപുണ്യദായകവും ചൈതന്യദായകവുമായ സാമൂഹിക ശ്രീ സത്യനാരായണ പൂജ പ്രാരംഭം കുറിക്കും. 9:30 നാഗതമ്പില വിശേഷ ആശ്ലേഷ ബലി, ഉച്ചയ്ക്ക് 12:30 പൂജ പ്രസാദ വിതരണം, തുടർന്ന് ഭഗവത് പ്രസാദമായ അന്നദാനം.
5 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ ധാർമ്മിക സാംസ്കാരിക പരിപാടികൾ നടക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉപ്പള നയാബസാറിലെ AJI സീനിയർ സെക്കൻഡറി ഇംഗ്ലീഷ് സ്കൂളിൽ വാർഷിക ദിനം വർണ്ണാഭമായ പരിപാടികളോടെ നടന്നു. മാസ്റ്റർ മൂസ ഹാജി പതാക ഉയർത്തി. പ്രൗഢമായ ചടങ്ങിൽ വാർഡ് മെമ്പർ PM സലീം വാർഷിക ദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് സിലബസ് അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഉപ്പള നയബസാറിലെ AJI ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അതിവിപുലമായ പരിപാടികളോടെ 32ാം വാർഷിക ദിനം ആഘോഷിച്ചു. മാസ്റ്റർ മൂസ ഹാജി പതാക ഉയർത്തിയതോടെയാണ് സ്കൂൾ വാർഷിക ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. പ്രൗഢമായ ചടങ്ങിൽ വാർഡ് മെമ്പർ PM സലീം വാർഷിക ദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കലാപരിപാടി ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എങ്കിലും നമ്മുടെ കുട്ടികൾ ഈ സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഒരുപാട് കാലങ്ങൾ നമുക്ക് അറിയുന്നത് നമ്മുടെ ഈ സ്ഥാപനം നേരത്തെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു തലമുറയാണ് ഈ സംഘത്തിന് നേതൃത്വം നൽകിയത്. അത് വളരെ മനോഹരമായ രീതിയിൽ പിൻതലമുറക്കാരായ ഈ കമ്മിറ്റിയിലുള്ള ഞാനടക്കമുള്ള ആളുകൾ വളരെ നല്ല നിലയിൽ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതിൽ നമ്മൾക്ക് സന്തോഷമുണ്ട്. AJI സംഘം പ്രസിഡന്റ് ജനാബ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അബ്ദുല്ല മാളിക മുഖ്യ പ്രഭാഷണം നടത്തി. മാനേജർ അബ്ദുൽ ഖാദർ പാറ സ്വാഗത ഭാഷണം നടത്തി. പ്രിൻസിപ്പൽ വീണാകുമാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. മഞ്ചേശ്വരം IP SHO അജിത് കുമാർ മുഖ്യാതിഥിയായിരുന്നു. വാർഷികത്തിന് എന്നെ ചീഫ് ഗസ്റ്റായി ക്ഷണിച്ചപ്പോൾ ഞാൻ ക്യാമ്പസിലേക്ക് ഇതിനു മുമ്പും കടന്നു വന്നിട്ടുണ്ട്. വളരെ എനർജറ്റിക്കായി നിങ്ങൾ ചുറ്റുപാടും നോക്കുക. ഇവിടുത്തെ വിദ്യാർത്ഥികൾ നിങ്ങൾ 32ാം വാർഷികം വളരെ എനർജറ്റിക്കായി ആഘോഷിക്കുകയാണ്. പ്രസംഗത്തിൽ അല്ല, അവർ ഈ 32ാം വാർഷികം അവരുടെ ജീവിതത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് ഈ ചുറ്റുപാടും ആർത്തുല്ലസിച്ച് കളിച്ചു നടക്കുന്ന ഒരു നല്ല ചിത്രം, സുന്ദരമായ ചിത്രം നിങ്ങളൊന്ന് ചുറ്റുപാടും നോക്കുക. എന്തായാലും ജില്ലയിലെ മികച്ച സ്കൂളായ AJI സ്കൂൾ അതിൻ്റെ 32ാമത് വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളെക്കുറിച്ചും നാളെ സമൂഹത്തിലേക്ക് യുവാക്കളും യുവതികളുമായി ഇറങ്ങേണ്ടുന്ന ഈ വിദ്യാർത്ഥികളെ നമ്മൾ എങ്ങനെ കൈപിടിച്ച് ഉയർത്തും എന്നതിനെക്കുറിച്ചും വ്യക്തമായ ധാരണയും കാലത്തിനൊത്ത് മുന്നോട്ട് പോകുന്ന AJI സ്കൂളിനെ എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ. ഉപ്പള വില്ലേജ് ഓഫീസർ ലൈസൽ AK നസറുദ്ദീൻ, അസീം മണിമുണ്ട എന്നിവർ അതിഥികളായിരുന്നു. ട്രഷറർ മുഹമ്മദ് ഹാജി പുളിൻ്റടി, വൈസ് പ്രസിഡന്റുമാരായ ഉസ്മാൻ ഹാജി കുക്കാർ, നാസിർ അയ്യൂർ എന്നിവർ അതിഥികളെ അനുമോദിച്ചു. വാർഷിക ദിനാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. എന്നാൽ നമുക്ക് നാളെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ അപ്പനെ എവിടെയാക്കാം. അല്ല, അപ്പനെ അറിയാമോ? അറിയാമോ എന്നോ? അപ്പൻ ഇവിടെ ആർക്കാ അറിയാതെ? ഇവിടെ എല്ലാ വിശേഷ ദിവസവും വരാറുള്ളതല്ലേ. ഞങ്ങൾക്ക് എന്താ? കലാപരിപാടികൾക്ക് അധ്യാപകർ നേതൃത്വം നൽകി. രക്ഷിതാക്കൾ ഉൾപ്പെടെ നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നതിനും കലാമത്സരങ്ങൾ വീക്ഷിക്കുന്നതിനുമായി എത്തിയത്.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തയ്യൽ തൊഴിലാളികളുടെ പെൻഷൻ തുക കാലോചിതമായി വർദ്ധിപ്പിക്കുകയും കുടിശ്ശിക വരുത്തിയ വിരമിക്കൽ ആനുകൂല്യങ്ങളുടെ വിതരണം ഉടൻ നടത്തണമെന്നും കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ തൃക്കരിപ്പൂർ യൂണിറ്റ് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തൃക്കരിപ്പൂർ ടൗൺ ഹാളിൽ നടന്ന സമ്മേളനം ടൈലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ രുക്മിണി ഉദ്ഘാടനം ചെയ്തു. വിലക്കയറ്റം തടയാൻ നടപടി കൈക്കൊള്ളണമെന്നും തൃക്കരിപ്പൂർ വെള്ളാപ്പ് ഉദിനൂർ റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം വേഗത്തിലാക്കണമെന്നും സമ്മേളനം അംഗീകരിച്ച മറ്റ് പ്രമേയങ്ങളിലൂടെ ആവശ്യപ്പെട്ടു. തൃക്കരിപ്പൂർ ടൗൺ ഹാളിൽ നടന്ന KSTA സമ്മേളനം ടൈലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ രുക്മിണി ഉദ്ഘാടനം ചെയ്തു. തയ്യൽ തൊഴിലാളിയെ സഹായിക്കാൻ വേണ്ടിയാണ് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ സഹായിക്കുന്നതിന് പകരം നമ്മുടെ സർക്കാർ നമ്മൾ ദ്രോഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. 3 വർഷം അടച്ചവരും 42 വർഷം അടച്ചവരും അവസാനം കിട്ടുന്നത് എല്ലാവർക്കും ഒരേ പെൻഷനാണ്. 1600 രൂപയുണ്ടായത് ഇപ്പോൾ 2000 രൂപയായി. ഈ 3 വർഷം അടച്ചാലും കിട്ടുന്നത് 2000 രൂപയാണ്. 42 വർഷം അടച്ചാലും കിട്ടുന്നത് ഇതേ 2000 രൂപയാണ്. അതുപോലെ തന്നെ നമുക്ക് ക്ഷേമനിധി നമ്മൾ പെൻഷൻ ആവുന്ന സമയത്ത് നമുക്ക് 60,000 രൂപ 42 വർഷം അടച്ചാൽ നമുക്ക് 60,000 രൂപയാണ് ഇപ്പോൾ കിട്ടുന്നത്. നമ്മൾ 3 ലക്ഷം വരെ ആവശ്യപ്പെട്ടതാണ്. പക്ഷെ നമ്മളോട് സർക്കാർ ഒരു അനുകമ്പയും നമ്മുടെ ക്ഷേമനിധി ബോർഡ് നമ്മളോട് ഒരു അനുകമ്പയും കാണിക്കുന്നില്ല. നമ്മൾ പല ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് നമ്മൾ ജനുവരി 22 ശക്തമായ ഒരു സമരം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടത്തി. പക്ഷെ നമ്മൾ ഒരു കാര്യങ്ങളും അവർ അംഗീകരിക്കുകയോ അതിന് നമുക്കൊരു അനുകൂലമായിട്ടൊരു മറുപടി വരികയോ ഒന്നുമില്ല. ഇപ്പോൾ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് പോലെ നമുക്ക് ആ പെൻഷൻ വർദ്ധിപ്പിച്ചു എന്നല്ലാതെ കൊണ്ട് വേറെ ഒരു കാര്യങ്ങളും നമ്മളെ തയ്യൽ തൊഴിലാളികൾക്ക് വേണ്ടി അവർ ചെയ്യുന്നില്ല. പ്രസിഡന്റ് N. സെമീറ അധ്യക്ഷത വഹിച്ചു. KSTA ജില്ലാ വൈസ് പ്രസിഡന്റ് ഉദയൻ ബഡാസാബ് മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി KV ദാമോദരൻ, ട്രഷറർ M. രാജൻ, KSTA ഹൊസ്ദുർഗ് സൗത്ത് താലൂക്ക് പ്രസിഡന്റ് A. ചന്ദ്രൻ, ജനറൽ സെക്രട്ടറി വസന്ത ബാലൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ MK കുഞ്ഞികൃഷ്ണൻ, KP ഗീത, MP രാധാമണി, യൂണിറ്റ് സെക്രട്ടറി MK ബാലൻ, AKP ഗിരിജ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലാ സ്കൂൾ കലോത്സവം സമാപനത്തിലേക്ക്. 753 പോയിന്റുമായി കാസർഗോഡ് ഉപജില്ല മുന്നിൽ. 722 പോയിന്റുമായി തൊട്ടുപിന്നിൽ ഹൊസ്ദുർഗും 677 പോയിന്റുമായി ചെറുവത്തൂരും 2ഉം 3ഉം സ്ഥാനത്ത്. ജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ മാർഗം കളി മത്സരത്തിലെ വിധികർത്താക്കൾക്കെതിരെ ഗുരുതര ആരോപണം. വസ്ത്രത്തിൽ വീഴ്ച വരുത്തിയ ടീമിന് 1ാം സ്ഥാനം നൽകിയെന്നാരോപിച്ച് രക്ഷിതാക്കളും മറ്റ് ടീം അംഗങ്ങളും വിധികർത്താക്കൾക്കെതിരെ രംഗത്ത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് കാസർഗോഡ് മേഖലാ സമ്മേളനം ജനുവരി 27 നടക്കും. ഇതിനു മുന്നോടിയായി സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. കാസർഗോഡ് 12കാരിയെ മദ്രസയിൽ വെച്ച് പീഡിപ്പിച്ച മദ്രസ അധ്യാപകന് 14 വർഷം കഠിന തടവ് ശിക്ഷ. കിദൂർ സ്വദേശി അബ്ദുൽ ഹമീദിനെ ഹൊസ്ദുർഗ് പോക്സോ കോടതിയാണ് ശിക്ഷിച്ചത്. കാസർഗോഡ് വൻ MDMA വേട്ട. സ്ത്രീയുൾപ്പെടെ 5 പേർ ആദൂർ പോലീസിന്റെ പിടിയിലായി. ഇംഗ്ലീഷ് ഭാഷാ പരിശീലനവുമായി കമ്മ്യൂണിക്കോർ. 10 ജില്ലയിലാണ് പ്രത്യേക സിലബസ് അനുസരിച്ച് പദ്ധതി നടപ്പിലാക്കുന്നത്. ലോകോത്തര ഫുട്ബോൾ താരം തൃക്കരിപ്പൂരുകാരി റിൻഷ മറിയവുമായി ഡ്രീംസ് ഗേൾസ് ഫുട്ബോൾ അക്കാദമിയിലെ കുരുന്നുകൾ സംവദിച്ചു. പോർച്ചുഗൽ ടീമുമായി കരാർ ഒപ്പുവെച്ച റിൻഷ മറിയം തൃക്കരിപ്പൂർ നീലമ്പം സ്വദേശിനിയാണ്. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.